വാ. ഇതാണ് വീടിന്റെ മുൻവശം. വലിയ വീടാണല്ലോ. ഔട്ട് ഹൗസ് അല്ല, ഒരു കുടുംബം താമസിക്കാൻ വെച്ച വീടായിരുന്നു ഇത്. 19 വർഷം മുമ്പ് ഒരു ചെറിയ പെൺകുട്ടി ഗൃഹപ്രവേശം കാത്ത് ഈ വീടിന്റെ പടിക്കൽ ഭർത്താവിന്റെ കയ്യും പിടിച്ചു നിന്നിട്ടുണ്ട്. ഈ ഞാൻ തന്നെ. രഘുവേട്ടന്റെ തറവാട് വീടായത്. ഇവിടുന്ന് ബിസിനസ് ചെയ്ത രഘുവേട്ടനെല്ലാം ഉണ്ടാക്കിയത്. ആ കണ്ട വീടും കമ്പനിയും ഒക്കെ. നമുക്ക് അങ്ങോട്ടിരിക്കാം. ഞാൻ അവിടേക്കൊന്ന് കണ്ടിട്ട് വരാം. വാ, പെട്ടെന്ന് വരണേ. വരാം. എപ്പോഴും ഞാനിവിടെ വന്നിരിക്കും. അപ്പോ പഴയ ഓർമ്മകളൊക്കെ വന്ന് തൊടുന്നത് പോലെ തോന്നും. ഇവിടെ ഇപ്പൊ വാടകക്കാരൊഴിഞ്ഞിട്ട് എത്ര നാളായി? അത് കുറച്ചു നാളായി. അവരെങ്ങോട്ടാ പോയെ? പുതിയ വീട് വെച്ച് മാറിയിട്ടുണ്ടാവും അല്ലേ? ഞാനൊന്നും വിചാരിച്ച് ചോദിച്ചതൊന്നുമല്ല. ഓരോ വീടിനും രാശി എന്നൊക്കെ പറയാറുണ്ടല്ലോ. പൊതുവെ ആളൊരു ശീലം കൊണ്ട് അങ്ങ് ചോദിച്ചു എന്നേ ഉള്ളൂ. അവര് പോയി, അത്രേ എനിക്കറിയൂ. ഇത് വാടകയ്ക്ക് കൊടുത്തുള്ള പണം കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥയൊന്നും ഞങ്ങൾക്കില്ല. പുതിയ വീട് വെച്ചിട്ടും ഒരുപാട് കാലം ഇത് അടഞ്ഞു കിടക്കുകയായിരുന്നു. ഒരേ ഒരു കൂട്ടര് മാത്രമേ ഇവിടെ വാടകയ്ക്ക് താമസിച്ചിട്ടുള്ളൂ. നിങ്ങളെപ്പോലെ അവരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാ ഇവിടെ താമസിപ്പിച്ചത്. അവരുടെ കൂട്ടത്തിലും ഉണ്ടായിരുന്നു കാവേരി മോളെ പോലൊരു മിടുക്കി കുട്ടി.